പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഏപ്രിൽ 26 രാത്രി 10 മണിക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ യുവ MLA-യുമായിട്ടുള്ള സച്ചിൻ ദേവും തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ തങ്ങളുടെ കാറ് കൊണ്ടുവന്നിടുകയും ആ കാറിൽ നിന്ന് ഇറങ്ങി ആ ഡ്രൈവറോട് പ്രകോപനപരമായി സംസാരിക്കുകയും അതിനെ തുടർന്ന് സച്ചിൻ ദേവ് ഈ ബസ്സിൽ കയറി ബസ്സിൽ നിന്നുള്ളവരോടെല്ലാം ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ആ ബസ്സിനകത്തെ ഈ പ്രകോപനപരമായിട്ടുള്ള രംഗങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളോട് പ്രകോപനപരമായി സംസാരിപ്പിച്ചത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സംഭവത്തിൽ ഇപ്പോഴും പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ 30-ാം തീയതിയാണെന്ന് തോന്നുന്നു മെമ്മറി ചിപ്പ്, അതായത് ഈ ബസ്സിൽ നടന്ന സംഭവ വികാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിട്ടുള്ള മെമ്മറി ചിപ്പ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. അതുപോലെ തന്നെ ഈ ബസ് പ്രകോപനപരമായ സംഭവങ്ങൾ നടക്കുകയും അതിനുശേഷം പോലീസ് വരികയും ചെയ്ത സമയത്ത് ഈ കണ്ടക്ടറുമായി രാജ്യസഭാംഗമായിട്ടുള്ള A റഹീം സംസാരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം A റഹീം പത്രസമ്മേളനം നടത്തിയിട്ട് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ആര്യ രാജേന്ദ്രനും പോലീസിൽ കേസ് കൊടുത്തു, പരാതി കൊടുത്തു. ആ പരാതി പോലീസ് അംഗീകരിച്ച വിഷയം പിന്നീടുണ്ടായി. എന്നാൽ മറുഭാഗത്ത് ഈ ആരോപിതനായി നിൽക്കുന്ന യദു എന്ന് പറയുന്ന ഡ്രൈവർ പരാതി കൊടുത്തെങ്കിലും അത് പോലീസ് പരിഗണിക്കാതിരിക്കുന്ന സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ യദു എന്ന് പറഞ്ഞ ഈ ഡ്രൈവർക്ക് മുൻകാല മോശം അനുഭവങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങൾ പുറത്തു വന്നു. അതിനിടയിൽ ആര്യ രാജേന്ദ്രൻ കൊടുത്ത പരാതിയിൽ തന്നെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു യദു എന്നുള്ള വിഷയങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന റോഷ്ന എന്ന് പറയുന്ന ഒരു കുന്നംകുളത്തുള്ളൊരു യുവ നടി ഈ യദുവുമായി ബന്ധപ്പെട്ടൊരു മോശം അനുഭവം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ ഏപ്രിൽ 26 രാത്രി 10 ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർ ചലനങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം എന്താ? ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം ബിജു നോയൽ എന്ന് പറഞ്ഞ ഒരു ഹൈക്കോടതി അഭിഭാഷകൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കോടതിയിൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ മേയർക്കും MLA-ക്കുമെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്ന് കോടതി ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് പോലീസ് FIR ഇടുകയും ചെയ്തു. ആ FIR ഇട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബസ്സിൻ്റെ ആ കണ്ടക്ടറെ വിളിച്ച് കൊണ്ടുപോയി ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉള്ളവർ ചോദ്യം ചെയ്ത വിഷയം പുറത്തു വന്നു. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്ത വിഷയം പുറത്തു വന്നു. സ്റ്റേഷൻ മാസ്റ്ററെ വീട്ടിൽ നിന്ന് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനെതിരെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഭാര്യ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യദു എന്ന് പറയുന്ന ഈ ആരോപിതനായിട്ടുള്ള ഈ ഡ്രൈവറെയും വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നു. ആ ഡ്രൈവർ യുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള വാർത്ത പോലീസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഡ്രൈവർ തന്നെയാണോ ഈ മെമ്മറി ചിപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന് തോന്നത്തക്ക വിധത്തിൽ ഈ മെമ്മറി ചിപ്പ് മോഷ്ടിച്ചത് ഡ്രൈവറുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള നിലയിൽ സെലക്റ്റീവായിട്ട് വാർത്തകൾ പോലീസ് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നത്. സുഹൃത്തുക്കളെ, ഇത്രയും സംഭവവികാസങ്ങളാണ് ഈ ഏപ്രിൽ 26 നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ? ഇതെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം ആ കാര്യത്തിൽ വളരെ ഉറപ്പാണ്. അതായത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പൊതുജന വികാരമുണ്ട്. ആ പൊതുജന വികാരം എന്ന് പറയുന്നത് മേയർക്കും മേയറുടെ ഭർത്താവായിട്ടുള്ള MLA-ക്കും എതിരാണ് എന്നുള്ളത് അവിതർക്കിതമാണ്. കാരണം ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന 2 ജനപ്രതിനിധികൾ അധികാരപ്രമത്തത കാണിച്ചുവെന്നും താൻ പ്രമാണിത്വം കാണിച്ചുവെന്നും അഹങ്കാരം കാണിച്ചുവെന്നുമുള്ള തോന്നൽ പൊതുമണ്ഡലത്തിൽ രൂഢമൂലമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറയുമ്പോൾ അവർക്കിടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഡ്രൈവർ പൂർണ്ണമായും കുറ്റമുക്തനാണ് എന്നൊന്നും പറയുന്നില്ല. അയാളും കുറ്റാരോപിതൻ തന്നെയാണ്. പക്ഷേ അയാൾക്കെതിരായിട്ടുള്ള കുറ്റം ആരോപണത്തിൻ്റെ നിലയിൽ നിൽക്കുമ്പോൾ
മേയറും മേയറുടെ ഭർത്താവും കാണിച്ചിട്ടുള്ള അഹങ്കാരവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒട്ടേറെ തെളിവുകൾ ഇന്ന് ജനങ്ങളുടെ മുന്നിലുണ്ട്. എന്നാൽ അവർക്ക് അനുകൂലമായിട്ടാണ് ഭരണകൂടം നിൽക്കുന്നത്. മറുഭാഗത്ത് കുറ്റാരോപിതന് എതിരായി ഭരണകൂടം നിൽക്കുന്നു എന്നുള്ള വികാരവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കൾ, ഇതിൽ പുതിയതായി ഉണ്ടായിട്ടുള്ള സംഭവം എന്താ? പുതുതായി ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഈ മേയർക്കും മേയറുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമാണ് എന്ന് നമുക്ക് കരുതാനാവില്ല. കോടതി അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ വളരെ സജീവമായി വളരെ ഗൗരവമായി ഇടപെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് നീതി നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ കോടതി ഈ വിഷയത്തിൽ ഗൗരവതരമായി ഇടപെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മേയർക്കും ഭർത്താവിനും എതിരെ പോലീസ് എടുത്തിട്ടുള്ള FIR. ആ FIR ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത്. ആ FIR-ൽ പോലീസ് IPC-യിലെ 383, 447, 341, 294B, 201, 34 എന്നീ IPC-യിലെ വകുപ്പുകളും മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ 177 എന്ന് പറഞ്ഞൊരു വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ 177 എന്ന് പറയുന്നത് അപ്രസക്തമായിട്ടുള്ളൊരു വകുപ്പാണ്. പക്ഷേ IPC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേയർക്കും മേയറുടെ ഭർത്താവിനെതിരെയും എടുത്തിരിക്കുന്നത് കർശനമായിട്ടുള്ള വകുപ്പുകളാണെന്ന് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് 383 എന്ന് പറഞ്ഞാൽ കൃത്യനിർവഹണം നടത്തുന്ന പബ്ലിക് സർവൻസ് അവരെ തടയുന്നതിനുള്ള വകുപ്പാണ് 353. അത് 2 വർഷം വരെ തടവും ശിക്ഷയും ഫൈനും കിട്ടാവുന്ന വകുപ്പാണ്. രണ്ടാമത്തത് ക്രിമിനൽ ട്രസ്പാസാണ്. കുറ്റകരമായി ഈ പറഞ്ഞ പോലെ അന്യൻ്റെ സ്ഥലത്തേക്ക് കടന്നു കയറുന്ന ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറയുന്ന 447 എന്ന് പറയുന്ന വകുപ്പിട്ടിട്ടുണ്ട്. 341 എന്ന് പറഞ്ഞാൽ റോങ്ഫുൾ റീസ്ട്രെയിൻഡ്, അതായത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളെ തടഞ്ഞു വെക്കുന്ന റോങ്ഫുൾ റിസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞ വകുപ്പിട്ടിട്ടുണ്ട്. 294B എന്ന് പറയുന്നത് അശ്ലീലമായി കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ്, അത് ഇട്ടിട്ടുണ്ട്. 201 എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കൽ എന്ന് പറഞ്ഞ കേസ് വകുപ്പിട്ടിട്ടുണ്ട്. 334 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഇൻറ്റൻഷൻ, അതായത് ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിൽ ഒരു കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ആ ഒരാളിൽ മാത്രമല്ല ആ കൂട്ടം കൂടി നിൽക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ്, എല്ലാവരും കുറ്റം ചെയ്തതായി കണക്കാക്കുമെന്ന് പറയുന്ന കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ഈ 6 സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്, ആ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് FIR ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ പൊതുമണ്ഡലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു 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 ദിശയിലാണ് ജുഡീഷ്യറിയും നീങ്ങുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രതിഫലനമാണ് ഈ FIR-ഉം ഈ FIR-ൽ എടുത്തിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളും. അപ്പോൾ അത് ഭരണകൂടത്തിന് ഒരല്പം പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. റഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കുന്നിടത്തേക്ക് എത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഈ വിഷയം കുറേയൊക്കെ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, അവരുടെ പിടി അതിൽ വിടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതിനകത്ത് കാണുന്നത്. അതാണ് കോടതി എടുത്തിട്ടുള്ള FIR-ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, യദു എന്ന് പറഞ്ഞ ഡ്രൈവർ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മുന്നിലും ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഹൈക്കോടതി എന്താണ് നിലപാടെടുക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇതിൽ നീതി നടപ്പാക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും ഒരല്പം അനുകൂലമായിട്ടുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുറ്റാരോപിതനായിട്ടുള്ള യദു ആണ് കുറ്റം ചെയ്തത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യദുവിനെ ചോദ്യം ചെയ്യുന്നത്. യദുവാണ് ഈ മെമ്മറി ചിപ്പ് എടുത്തു മാറ്റിയത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മെമ്മറി ചിപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇതിനകത്തെ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. മെമ്മറി ചിപ്പ് എന്തായാലും യദു മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നാരും ധരിക്കാൻ സാധ്യതയില്ല. കാരണം മെമ്മറി ചിപ്പിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും മെമ്മറി ചിപ്പ് മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതും യദു ഒരു പ്രധാനപ്പെട്ട വിഷയമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യദുവിൻ്റെ തലയിൽ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കും. എന്തായാലും മെമ്മറി ചിപ്പ് കളഞ്ഞു പോയതിൽ നിന്ന് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മേയർ എന്ന് പറഞ്ഞ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളും അവരുടെ ഭർത്താവായിട്ടുള്ള ഭരണകൂട MLA ആയിട്ടുള്ള സച്ചിൻ ദേവും ഈ കാര്യത്തിൽ
ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനം നടത്തിയെന്നും അധികാര പ്രമത്തത കാണിച്ചുവെന്നും പിന്നെ അവരുടെ അധികാരത്തിന് മുകളിൽ അവർ പ്രവർത്തിച്ചു എന്നുമുള്ള ബോധ്യം ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായി പരന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതികളും ഈ കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടിലേക്ക് നീങ്ങുന്നത് എന്നുമാണ് ഇപ്പോൾ നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇതുകൊണ്ടൊന്നും നീതി നടപ്പാക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ലെങ്കിൽ പോലും നീതി ഒരുപക്ഷെ നടന്നേക്കാനുള്ള ചെറിയൊരു സൂചന നിയമവ്യവസ്ഥയുടെ ഇതിനകത്തുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെയുള്ള സംഭവകാശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും.